നമസ്കാരം. സ്വവർഗാനുരാഗം സമൂഹം ഇപ്പോഴും വെറുപ്പോടെ കാണുന്ന ഒന്നാണ്. സമൂഹത്തിന്റെ ഏതു തട്ടിൽ നിന്നുള്ളവരായാലും സ്വവർഗാനുരാഗികൾ നേരിടുന്ന വെല്ലുവിളികൾ സമാനമാണെന്ന് തെളിയിക്കുന്നതാണ് രാജകുമാരനായ മാനവേന്ദ്ര സിംഗ് ഗോഹിലിന്റെ ജീവിതകഥ. ഇന്ത്യയിലെയും ലോകത്തിലെ തന്നെയും ആദ്യത്തെ പരസ്യ സ്വവർഗാനുരാഗിയായ രാജകുമാരനാണ് അദ്ദേഹം. ഗുജറാത്തിലെ രാജ് പിപ്ല രാജകുടുംബത്തിലെ അനന്തരാവകാശിയാണ് മാനവേന്ദ്ര. തന്റെ സ്വത്വത്തെക്കുറിച്ചുള്ള തുറന്നുപറച്ചിൽ മൂലം കൊട്ടാരത്തിൽ നിന്ന് മാനവേന്ദ്രയ്ക്ക് പടിയിറങ്ങേണ്ടി വന്നു. കടന്നു വന്ന വഴി കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നുവെന്ന് മാനവേന്ദ്ര ഓർത്തെടുക്കുന്നു. തന്റെ ലൈംഗികത കാരണം കുടുംബത്തിലും സമൂഹത്തിലും നിരവധി വെല്ലുവിളികൾ മാനവേന്ദ്രയ്ക്ക് നേരിടേണ്ടി വന്നു. രാജകുടുംബാംഗം എന്ന നിലയിൽ തന്റെ സ്ഥാനത്തിരുന്ന് സ്വന്തം സ്വത്വം വെളിപ്പെടുത്തുക എന്നത് അഗ്നിപരീക്ഷയായിരുന്നു. ഈ സമ്മർദ്ദങ്ങൾ താങ്ങാനാവാതെ 2002 മാനവേന്ദ്ര ആരോഗ്യം ക്ഷയിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഇതിനുശേഷമാണ് മാനവേന്ദ്രയുടെ ലൈംഗികതയെക്കുറിച്ച് ഡോക്ടർമാരിൽ നിന്ന് കുടുംബം അറിയുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പുതിയൊരു വഴിത്തിരിവായി. ആ സമയം മാതാപിതാക്കളുടെ പോലും പിന്തുണ മാനവേന്ദ്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. മകൻ ബുദ്ധിയില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് എന്നതായിരുന്നു അവരുടെ ആദ്യ പ്രതികരണം. മസ്തിഷ്ക ശസ്ത്രക്രിയയും ഇലക്ട്രോഷോക്ക് തെറാപ്പിയും നടത്താൻ മാതാപിതാക്കൾ വൈദ്യസഹായം തേടിയതും മാനവേന്ദ്ര മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. വിവേചനത്തിന്റെയും മനുഷ്യാവകാശ ലംഘനത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഒരു രാജകുമാരനായാലും അല്ലെങ്കിലും മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളെ ഇത്തരം പീഡനത്തിന് വിധേയമാക്കാൻ അവകാശമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാതാപിതാക്കൾ യുഎസിലെ ഡോക്ടർമാരോട് വൈദ്യസഹായം തേടിയപ്പോൾ സ്വവർഗരതി ഒരു മാനസിക വിഭ്രാന്തിയല്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യാൻ വിസമ്മതിച്ചതായും മാനവേന്ദ്ര വെളിപ്പെടുത്തി. എന്നാൽ അപമാനഭാരത്താൽ തളരാതെ പോരാടാനുറപ്പിച്ചാണ് മാനവേന്ദ്ര കൊട്ടാരം വിട്ടത്. സ്വത്വം വെളിപ്പെടുത്തി പുറത്തുവരാനും തന്റെ കഥ പങ്കിടാനും അദ്ദേഹത്തിന് സാധിച്ചു. ദുരഭിമാനത്തോടും വെറുപ്പിനുമെതിരെയുള്ള പോരാട്ടം മാനവേന്ദ്ര തുടരുകയാണ്. എന്നാൽ തന്നെ വെറുത്ത ആളുകളെ കുറ്റപ്പെടുത്താൻ മാനവേന്ദ്ര ഒരിക്കലും തയ്യാറായിട്ടില്ല. വിദ്യാഭ്യാസത്തിന്റെ അഭാവവും അവബോധമില്ലായ്മയുമാണ് ആളുകളെ സ്വവർഗാനുരാഗികൾക്ക് എതിരെയാക്കി തീർക്കുന്നത്. അങ്ങനെയുള്ളവരെ ബോധവൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നാണ് മാനവേന്ദ്രയുടെ പക്ഷം. സ്വവർഗാനുരാഗികളെ വിചിത്ര ജീവികളായി കാണാതെ സാധാരണ മനുഷ്യരായി കണ്ട് തുല്യത ഉറപ്പിക്കുക എന്നതാണ് അധികാരികൾ ആദ്യം ചെയ്യേണ്ടതെന്നും മാനവേന്ദ്ര പറയുന്നു. സ്വവർഗാനുരാഗം എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യക്കാർ നാണിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് സ്വവർഗാനുരാഗികൾ. മധ്യപ്രദേശിലെ ഖജുറാവു ക്ഷേത്രത്തിലെ ശില്പങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഹോമോ ഇറോട്ടിക് ആയിട്ടുള്ള ശില്പങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു രാജ്യത്ത് എപ്പോഴാണ് സ്വവർഗാനുരാഗികൾ അപമാനമായി മാറിയതെന്നാണ് മാനവേന്ദ്രയ്ക്ക് ചോദിക്കാനുള്ളത്. 2006 മാനവേന്ദ്രയുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത്. ഗേ രാജകുമാരൻ വാർത്തകളിലൂടെ ശ്രദ്ധ നേടി. ലോകത്തെ ആദ്യത്തെ ഗേ പ്രിൻസ് എന്ന വെളിപ്പെടുത്തൽ അദ്ദേഹത്തെ സമൂഹം അംഗീകരിക്കാനുള്ള വലിയ കാരണങ്ങളിലൊന്നായിരുന്നു. മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നതോടെ കുടുംബവും അംഗീകരിക്കാൻ തുടങ്ങി. 2007 ഒപ്ര വിൻഫ്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തതോടെ ലോകത്തെ പല കോണുകളിൽ നിന്നും ആളുകൾ അഭിനന്ദനങ്ങളുമായി വന്നു. പല രാജ്യങ്ങളും സന്ദർശിക്കാൻ കഴിഞ്ഞു. 2011 2014 ഒപ്ര വിൻഫ്രെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ പല അന്താരാഷ്ട്ര പരിപാടികളിലും അദ്ദേഹം വിശിഷ്ടാതിഥിയായി മാറി. ഇന്ത്യ കെയേഴ്സ് എന്ന ഓർഗനൈസേഷനിലും മാനവേന്ദ്ര സിംഗ് പ്രവർത്തിക്കുന്നുണ്ട്. സമൂഹത്തിൽ HIV അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാണ് ഇന്ത്യ കെയേഴ്സ്. മരണം വരെ LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി യുദ്ധം ചെയ്യുക എന്നതാണ് മാനവേന്ദ്രയുടെ ലക്ഷ്യം. പാരമ്പര്യമായി കൈമാറി വന്ന കൊട്ടാരം LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാറ്റിവച്ചിരിക്കുകയാണ് അദ്ദേഹം. അവർക്ക് വേണ്ടി ലക്ഷ്യ ട്രസ്റ്റ് എന്ന ഓർഗനൈസേഷനിലും പ്രവർത്തിക്കുന്നുണ്ട്. വാർത്തയുടെ നിറം തേടി തനി നിറം.